ഈ സിനിമ റവല്യൂഷൻ തന്നെയാണ്. എപ്പോഴാണ് ഈ ട്രാൻസ്ജെൻഡർ ക്യൂർ മനുഷ്യരെയൊക്കെ തന്നെ സിനിമയിൽ കാണിക്കാൻ തുടങ്ങി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതെങ്ങനെ കാണിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. ഇവിടെ ഇത്തരം മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട്, ഇല്ലെങ്കിൽ ഇവർക്കും ഇത്തരം തൊഴിലിടങ്ങളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് മരണമാസം എന്നുള്ള സിനിമ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ലീഡല്ല, ക്യാരക്ടർ റോളുകളാണ്. എല്ലാ കാലവും ജീവിച്ചു പോകുന്നത് ക്യാരക്ടർ റോളുകളാണ്. ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഞാൻ ഒരു ബൈസെക്ഷൽ ആണോ എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഗേ ആണോ എന്ന് തോന്നിയായിരുന്നു. പിന്നീട് അതുമല്ല, ഇതൊന്നും അല്ല, ഞാൻ ട്രാൻസ്ജെൻഡർ ഒരു ജെൻഡർ ചേഞ്ച് ആണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത് 18 വയസ്സാകണം ഒരു സെൽഫ് ഡിക്ലറേഷനിലേക്ക് എത്തുന്നതോ ഇല്ലെങ്കിൽ അത് ആണെന്ന് കൺഫേം ചെയ്യാനായിട്ടൊരു സമയം വേണം എന്നുള്ളതാണ്. അത് വളരെ കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണെന്ന് തോന്നാറുണ്ട്. ഭയങ്കര ട്രോമയിലൂടെ കടന്നു പോയിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പം എന്തൊക്കെയോ നന്നായി, ഞാനിവിടെ വരെ എത്താനായിട്ട് അതൊരു കാരണമായില്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഷെമിൻ സ്റ്റുഡിയോയിൽ ഇന്ന് നാദിറ മെഹറിൻ. നാദിറ, നമസ്കാരം. മരണമാസിന്റെ പ്രൊമോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര അടിച്ചു പൊളിച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ നടക്കുന്നത് കണ്ടിരുന്നു. പല സ്റ്റേജുകളിൽ കണ്ടു, സംസാരിക്കുന്നത് കണ്ടു. എങ്ങനെയുണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ്? തിരക്കിലാണ്. ഉറപ്പായിട്ടും വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുള്ള പ്രൊമോഷൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരും വിളിക്കാറുണ്ട്, അപ്പം പോവാറുണ്ട്. സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം വലിയൊരു വൈഡായിട്ടുള്ള ഒരു ഓഡിയൻസിനെ നമുക്ക് ഒരു റിയാലിറ്റി ഷോയ്ക്ക് അപ്പുറത്തേക്ക് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാരത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ആ സിനിമയുടെ ഒരു ക്യാമിയോ റോളെങ്കിലും ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം. സിനിമകൾ പണ്ടേ ഇഷ്ടമാണല്ലോ, പലതരം സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് അല്ലെ? ഇപ്പം ഇൻഡിപെൻഡൻറ്റ് സിനിമകളാവട്ടെ, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, അതിൻ്റെ തിരക്കും അതിൻ്റെ ഒരു മൂഡ് വേറെയാണ്. ഇപ്പം ഈ പ്രൊമോഷനൊക്കെ ചെല്ലുമ്പോൾ ഓഡിയൻസ് ആയിട്ടുള്ള നേരിട്ടുള്ള ഇൻട്രാക്ഷൻ ഒക്കെ വേറെയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്, നാദരയാന്ന് മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പം നമ്മൾ പ്രൊമോഷനൊക്കെ പോകുമ്പോഴത്തേക്കും വലിയൊരു ഓഡിയൻസിൻ്റെ സപ്പോർട്ട് എപ്പോഴും കിട്ടാറുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആ കഥാപാത്രത്തെയാണ്. ഈ പറഞ്ഞ കണക്ക് നാദിറ ചെയ്ത ആ കഥാപാത്രത്തിന് ഒരു സ്വഭാവമുണ്ട്. ഒരു ടീച്ചറായിട്ടാണ്, വെറും ടീച്ചറല്ല, ഒരു അംഗൻവാടി ടീച്ചറാണ്. അപ്പം സാധാരണ നമ്മൾ സമൂഹത്തിൽ എപ്പോഴും സിസ്ജെൻഡർ മനുഷ്യർ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമാണ് ഇത്തരം വേഷങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ജെൻഡറൊന്നും പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിന് വേറൊരു സ്വഭാവമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു അധ്യാപികയാണ്. അപ്പം അത് ഭയങ്കരമായിട്ട് മലയാള സമൂഹത്തിലുള്ള മനുഷ്യർ അത് ഏറ്റെടുത്തു എന്ന് പറയുമ്പം വലിയൊരു അഭിമാനമുള്ളൊരു വിഷയമാണ്. കാരണം നമുക്ക് ഒരു സംശയമാണല്ലോ, ഇത് എങ്ങനെ പ്രേക്ഷകർ ഇതിനെ കാണും എന്നുള്ളത്. പക്ഷെ അത് ഞാൻ എടുത്തു പറയാം, എനിക്ക് ഭയങ്കര 110% സന്തോഷമുള്ളൊരു കാര്യം, മലയാളികൾ അത് ഏറ്റെടുക്കുകയും ഇരു കൈ നീട്ടി സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷം. ഇപ്പോൾ നാദിറ പറഞ്ഞൊരു പോയിന്റാണ്, അതായത് ഈ പറഞ്ഞ പോലെ ഒരു ഫീമെയിലോ മെയിലോ ആര് വേണമെങ്കിലും ചെയ്യാവുന്നൊരു ക്യാരക്ടറിലേക്ക് അതൊരു നോർമലൈസ് ചെയ്യുക എന്നുള്ളൊരു അല്ലെ, ആ ഒരു ട്രെൻഡ് കൂടി വരുന്നുണ്ട്. അതും ഇങ്ങനത്തെ മെയിൻ സിനിമകളിലേക്ക് അതൊരു വലിയ മാറ്റമാണ്. ഇപ്പം നാദിറ അടക്കമുള്ളവർ ഒരുപാട് കാലം സംസാരിച്ചതിൻ്റെ ഒരു മാറ്റം കൂടിയാണ് അല്ലേ? അത് ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകർ അത് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നു. മറ്റൊരു സംശയങ്ങളോ അല്ലെങ്കിൽ അവർക്ക് മറ്റൊന്നും ഒരു കാലഘട്ടം ഒരു 10 വർഷം മുമ്പ് വരെയുള്ളൊരു സിറ്റുവേഷൻ അല്ല ഇപ്പം എന്നുള്ളൊരു മാറ്റത്തെ ഉണ്ടല്ലോ, അത് എത്ര പോസിറ്റീവായിട്ടാണ് കാണുന്നത്? ഈ സിനിമ റവല്യൂഷൻ തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എന്ന് നമ്മളെപ്പോഴും സംസാരിക്കണം. നമ്മൾ എപ്പോഴാണ് ഈ ട്രാൻസ്ജെൻഡർ ക്യൂർ മനുഷ്യരെയൊക്കെ തന്നെ സിനിമയിൽ കാണിക്കാൻ തുടങ്ങി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതെങ്ങനെ കാണിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. കാരണം ട്രാൻസ്ജെൻഡേഴ്സിന് എപ്പോഴും ഒരു സോക്കോൾഡ് കഥാപാത്രങ്ങളായിട്ട് മാത്രം, ഒന്നുകിൽ അവരുടെ കൾച്ചർ, അവരുടെ രീതികൾ, അവരുടെ പെരുമാറ്റങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന കഥാപാത്രങ്ങളെ നമുക്ക് മലയാള സിനിമയിൽ എടുത്തു പറയാൻ എപ്പോഴും പലപ്പോഴും പറ്റിയിട്ടുള്ളൂ. പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ട് ഒരു സിനിമ വലിയൊരു ചരിത്രം സൃഷ്ടിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടത്, ഇവിടെ ഇത്തരം മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട്, ഇല്ലെങ്കിൽ ഇവർക്കും ഇത്തരം തൊഴിലിടങ്ങളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് മരണമാസം എന്നുള്ള സിനിമ. എന്ന് പറയുമ്പോൾ ഒരു അംഗൻവാടി ടീച്ചറായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഇല്ലെങ്കിൽ നാദരെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് സിനിമ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നോട് എല്ലാവരും പറയാറുണ്ട്, ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു അവയർനെസ് ആണ്. നമ്മുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുമ്പം അതും സാധാരണമായിട്ടൊരു ജീവിതം നയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അധ്യാപികയായിട്ട് ജീവിക്കാൻ സാധിക്കും, നാട്ടുകാരായിട്ട് ജീവിക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ ഇത്തരം മനുഷ്യരായിട്ട് എപ്പോഴും ഇടപെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു സന്ദേശമായിട്ട് കൊടുക്കാൻ പറ്റിക്കാനുള്ള ഒരു വലിയൊരു അറിവാണ്. നമുക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുക്കാൻ പലപ്പോഴും പരിമിതികളുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഒരു പക്ഷേ സാധ്യതയുണ്ട്. പക്ഷേ അതിന് മുൻപ് കടന്നുപോയ ആൾക്കാരോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, ആ സംസാരിക്കുന്ന രീതിക്ക് വലിയൊരു ഉത്തരം തന്നെയാണ് ഈ സിനിമ എന്നുള്ളത്. വലിയൊരു മാധ്യമത്തിലൂടെ അത് വരുമ്പം വലിയ പ്രത്യേകിച്ച്
സിനിമ ഒരു മനുഷ്യനെ സ്വാധീനിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ സ്വാധീനിക്കപ്പെട്ട ഒരു ചരിത്രം എനിക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മുൻകാലങ്ങളിൽ കളിയാക്കപ്പെടുന്ന കഥാപാത്രങ്ങളുള്ള സിനിമയ്ക്കകത്ത് അത്തരം കളിയാക്കുന്ന വാക്കുകൾ പലപ്പോഴും കുട്ടിക്കാലത്ത് കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് സ്വാധീനിക്കപ്പെട്ടതിന് തെളിവാണ്. അപ്പോൾ ആ സ്വാധീനിക്കപ്പെടൽ ഭാവിയിൽ സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുണ്ടാകുന്നത്. ആ പ്രതീക്ഷയ്ക്ക് അകത്താണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. കാരണം എൻ്റെ അടുത്ത് കഥാപാത്രം പറയുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഈ സിനിമ കൊണ്ട് എനിക്കെന്ത് മാറ്റം, അല്ലെങ്കിൽ എനിക്ക് അപ്പുറത്തേക്ക് എൻ്റെ സമൂഹത്തിന് എന്ത് മാറ്റം ഉണ്ടാകും, അത് സ്വാധീനിക്കപ്പെടുന്ന ഒരു മാറ്റമാണ്. കാരണം ഞങ്ങൾക്ക് അപ്പുറത്തേക്കും ഞങ്ങളോട് അടുത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന ജനങ്ങൾക്ക് സ്വാധീനിക്കുന്നുണ്ട്. ഇവർ ഇവിടെ ഉണ്ട്, ഇത്തരം ആളുകൾ ഇവിടെ ഉണ്ട്, ഇവർ ഇത്തരം ജീവിതം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരും സാധാരണമായിട്ടുള്ളൊരു ജീവിതം തന്നെ നയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നാദർ എപ്പോഴും പറയാറുണ്ട് എനിക്ക് 2 ഡിഗ്രി ഉണ്ട് 2 PG ഉണ്ട്, ഇതൊക്കെ ചെയ്യുന്നു, പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു, ജേർണലിസം പഠിച്ചു, അതുപോലെ തിയേറ്റർ ചെയ്യുന്നു. ഇതൊക്കെ പറയുന്നത് എനിക്കും നമുക്കും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഇങ്ങനെ ഒരു ജീവിതം സാധ്യമാണെന്ന് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ കൂടിയാണ് എന്ന് പറയാറുണ്ട്. അതെനിക്ക് തോന്നാറുണ്ട് അതൊരു വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന്. നാദ്രയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, നാദ്രയുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ്. ആ ഒരു അവയർനെസ് എപ്പോഴും ഉണ്ട് അല്ലേ? അതെ, ഞാൻ ഏത് മേഖലയിൽ സജീവമായിട്ട് നിൽക്കുമ്പോഴും ഞാൻ പലപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്കും സാധ്യമാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അത് ഞങ്ങൾക്കും സാധ്യമാണ്. നിങ്ങൾ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കുടുംബം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഞങ്ങൾക്കും സാധ്യമാണ്. അപ്പം അത് സാധ്യമാണെന്ന് കാണിക്കാൻ കാരണം എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ള ഞാൻ അടങ്ങുന്ന കമ്മ്യൂണിറ്റിക്ക് അത് സാധ്യമാണെന്നുള്ളൊരു തെളിവാണ്. ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഞാൻ വിദ്യാഭ്യാസം ചെയ്ത ഒരാളാണ്, ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. അപ്പം ഞങ്ങൾക്കും പോസിബിളാണ്. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സപ്പോർട്ട് വലിയ രീതിയിൽ നമുക്ക് കിട്ടണം. കാരണം മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടം പലപ്പോഴും, ഇല്ലെങ്കിൽ ഞാനടങ്ങുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഒരു കമ്മിങ് ഔട്ട്, ഇല്ലെങ്കിൽ കടന്നു വരുന്ന വഴികൾ ഭയങ്കര ഒരു വേദനയുള്ള വഴികളാണ്. അപ്പോൾ ആ വഴികൾക്കകത്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടിയേ തീരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ വളരെ എളുപ്പത്തിൽ പഠിച്ച ഒരാളല്ല, കുറേ കഷ്ടപ്പെട്ട് പഠിച്ച ആളാണ്. പക്ഷെ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട്, കുടുംബത്തിനകത്തായിക്കോട്ടെ, സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നായിക്കോട്ടെ, സമൂഹത്തിൻ്റെ ഭാഗത്തായിക്കോട്ടെ, ഇവിടെ ഒക്കെ തന്നെ വലിയൊരു അംഗീകാരവും സപ്പോർട്ടൊക്കെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ മരണമാസിലേക്ക് വന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഇപ്പോൾ പല സിനിമകളുടെ ഭാഗമായിട്ടുണ്ടല്ലോ. ഈ സിനിമ ഇഷ്ടമായിട്ട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ളതാണോ അല്ലെങ്കിൽ തേടി വന്നതാണോ? എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്ത് സിനിമ സ്വപ്നം കണ്ട ഒരാളല്ല ഞാൻ, എടുത്തു പറയാം. ഞാൻ ഇല്ലായിരുന്നു. എനിക്ക് ഒരു വക്കീലാകണം, അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആകണം, ഇല്ലെങ്കിൽ ഒരു അധ്യാപിക ആകണം എന്നൊക്കെ ആയിരുന്നു വലിയൊരു ആഗ്രഹം എന്നുള്ളത്. അപ്പം ലൈഫിൽ കടന്നു വരുന്ന സമയത്ത് വളരെ യാദൃശികമായിട്ടൊരു ഓഡിഷന് പോയിട്ട് അതുവഴി സിനിമയിലേക്ക് എത്തി. ചെയ്തു വന്നപ്പോഴത്തേക്കും എനിക്ക് പറ്റുന്നൊരു മേഖലയാണ് സിനിമ എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ എൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പല മേഖലയിലും സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ട്, ഇപ്പം പറഞ്ഞ എഡ്യൂക്കേഷൻ ലെവലിൽ നിൽക്കുന്നുണ്ട്, ന്യൂസ് റീഡിങ് ചെയ്യുന്നുണ്ട്, സിനിമ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയുടെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലയിലും സജീവമായിട്ട് നിൽക്കുക എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം നാദരുടെ ലൈഫ് സിനിമയാണോ എന്ന് ചോദിച്ചാൽ സിനിമയും കൂടിയാണ് എന്നുള്ളതാണ്. സിനിമ മാത്രം ആണെന്നല്ല, സിനിമയും കൂടിയാണെന്നുള്ളതാണ്. നല്ല നല്ല അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, നല്ല കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സീരിയസ്ലി ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം സിനിമ ചെയ്ത് വന്നപ്പം സിനിമ ചെയ്യണം എന്നുള്ളത്. ഇപ്പം തിയേറ്റർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ സിനിമ ആഗ്രഹം? അതെ. ആദ്യ സിനിമ കഴിഞ്ഞപ്പം തന്നെ തിയേറ്ററിലേക്ക് ഇറങ്ങണം, നാടകങ്ങൾ ആധികാരികമായി പഠിക്കുക എന്നുള്ള ആഗ്രഹമുണ്ട്. നാടകങ്ങളോടൊരു പ്രേമം സിനിമയ്ക്ക് അകത്ത് വന്നതിന് ശേഷമാണ് നാടകത്തിനോട് പോലും ഒരു സ്നേഹം തോന്നിയത്. അല്ലാതെ വളരെ കുട്ടിക്കാലത്തുള്ള ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നില്ല. അത് തിയേറ്റർ ചെയ്തതിന് ശേഷമേ ഒരു സിനിമയെ സമീപിക്കുന്നതിൽ, ചെറിയ റോളുകളാണ് ചെയ്തത് എങ്കിൽ പോലും അത് സമീപിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. ഞാൻ ആദ്യ സിനിമ എനിക്കിപ്പോഴും കുറച്ചും കൂടി നന്നാക്കി ചെയ്യാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട്. പക്ഷെ അതിനൊക്കെ മാറിയപ്പോൾ അവസാന സിനിമയിലേക്ക് എത്തപ്പോഴത്തേക്കും വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. ഞാൻ ചെയ്തു വെച്ചതിൽ ഒരു ഭംഗിയുണ്ട്. അത് കിട്ടിയത് തിയേറ്ററിൽ നിന്നാണെന്നുള്ളത്. അത് ഓഫ് കോഴ്സ് നമ്മളൊരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ നിന്നും സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമ്മൾ കൃത്യമായിട്ടൊരു പഠനം നടത്തി, അല്ലെങ്കിൽ കൃത്യമായിട്ട് കഥാപാത്രത്തിന് എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തും. അത് നിർബന്ധമല്ല, തിയേറ്റർ പഠിച്ചവർക്കൊരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ളത്. ഒരു ആഡഡ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഇതിനേക്കാൾ ഭംഗിയായിട്ട് തിയേറ്റർ ഒന്നും ഒട്ടും ചെയ്യാത്ത ആളുകളൊക്കെ എത്ര നന്നായിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. ഈ സിനിമയിൽ ഒരു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ? എല്ലാ സിനിമകളും കാണാറുണ്ടോ? പെർഫോമൻസുകൾ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ എല്ലാ സിനിമകളും ഇറങ്ങുന്ന സമയത്തിന് കാണാൻ ശ്രമിക്കാറുണ്ട്. ആൾക്കാർ അഭിനയം നോക്കാറുണ്ട്, വിലയിരുത്താറുണ്ട്.
ഇപ്പൊ ഒരു സൗഹൃദം എനിക്ക് സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം എല്ലാ രീതിയിലും സിനിമയുടെ കാസ്റ്റിന്റെ അകത്തുന്നുണ്ട്, ക്രൂവിന്റെ അകത്തുന്നുണ്ട്. ഞാൻ ചെയ്ത സിനിമകൾ ഒന്നല്ല, പൊതുവെ ഒരു സിനിമ മേഖലയിൽ നിന്ന് വലിയൊരു സുഹൃത്ത് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം ന്യൂസ് റീഡിങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, നമ്മൾ കണ്ടു ന്യൂസ് 18 വായിക്കുന്നുണ്ട്, 24 വായിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ന്യൂസ് റീഡർ ആവുക എന്നുള്ളത് വലിയ സ്വപ്നമായിരുന്നു എന്നുള്ളത്. അതെങ്ങനെയാ അത് മനസ്സിൽ കയറിയത്? വളരെ തമാശയാണ്. ഇപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അധ്യാപികയും ന്യൂസ് റീഡറൊക്കെ ആകുന്നത് അവിടെ നിൽക്കുന്ന ആളുടെ ഒരു സൗന്ദര്യം ടീച്ചറൊക്കെ ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ടീച്ചേഴ്സൊക്കെ സാരിയൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഇതുപോലെ ഭാവിയിൽ അങ്ങനെ സ്വപ്നം കണ്ടതെന്ന് വെച്ചാൽ ആകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതുപോലെയൊക്കെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതുകൊണ്ട് അധ്യാപികയാകാം. ന്യൂസ് റീഡേഴ്സും പണ്ടും എനിക്കിപ്പോഴും ഓർമ്മ ഏഷ്യനെറ്റിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഓരോ ദിവസം ഓരോ സാരി കൊടുത്ത് അങ്ങനെ ആ മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ അത് അങ്ങനെ ഒരു അട്രാക്ഷൻ വന്നതാണ്. പിന്നെ വളരെ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ അത്രയും സംസാരിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. അപ്പം അല്ല അത് അത് പിന്നീട് നമുക്ക് ഭയങ്കര ഒരു പ്രഷറിന്റെ അകത്ത് ഇരുന്നിട്ട് ഒന്നും അന്ന് സംസാരിക്കാനായിട്ട് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാവുന്നില്ല. അങ്ങനത്തെ ഒരു പരിമിതി ഉണ്ടായിരുന്നല്ലോ പണ്ട് കാലത്ത്. പക്ഷെ അതിനൊരു പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ അങ്ങ് ബ്ലാബ്ലായി. പിന്നെ അങ്ങ് എവിടെ സ്പേസ് കിട്ടിയാലും സംസാരിക്കുക എന്നുള്ളൊരു ഇതാണ്. അല്ലാതെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടില്ല. വളരെ സൈലന്റ് ആയിരുന്നു കുട്ടിക്കാലത്ത്. അത് എല്ലാവരും പറയും, കുടുംബത്തിനകത്തുള്ള ആൾക്കാരൊക്കെ പറയും ഭയങ്കര പാവമായിരുന്നു, ഭയങ്കര ഒരു സൈഡിൽ മിണ്ടാണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ അതല്ലാന്നല്ലേ. ഈ ഇപ്പം അതൊരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നി തുടങ്ങിയത് അല്ലേ, അതിന്റെ ഒരു ക്ലാരിറ്റി വന്നത് എപ്പോഴാണ്? എന്റെ സെക്ഷുവാലിറ്റി ഇതാണ് എന്നൊരു ക്ലാരിറ്റി ഉണ്ടായത് എപ്പോഴാണ്? 18 വയസ്സൊക്കെ ആയി. 18 വയസ്സായി. കാരണം ആ കുട്ടിക്കാലത്ത് എന്തോ ഒരു മാറ്റം ശരീരത്തിലോ മനസ്സിനോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അന്നത്തെ മാധ്യമങ്ങളുടെ ഒരു പരിമിതി കൊണ്ട് അന്ന് ഇതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനൊരു 16ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴത്തേക്കാണ് സോഷ്യൽ മീഡിയയിൽ പോലും, സോഷ്യൽ മീഡിയ അത്ര സജീവമാകുന്നില്ല എങ്കിൽ പോലും മാധ്യമങ്ങളിൽ പോലും, കേരളത്തിനകത്തുള്ള മാധ്യമങ്ങളിൽ പോലും ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ദൃശ്യമാക്കിക്കൊണ്ടുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയത്. അതിന് മുമ്പൊന്നും കേരളത്തിനകത്തുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പൊതുവെ പരിചയക്കുറവുണ്ടായിരുന്നു. ഒരു 16ാമത്തെ വയസ്സൊക്കെ ആയ സമയത്ത് യൂട്യൂബൊക്കെ സജീവമായപ്പോഴത്തേക്കും മാതൃഭൂമിയിലും ഒരു വലിയൊരു ഇന്റർവ്യൂ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറച്ചധികം ആളുകളെ വെച്ച് ആ പറഞ്ഞ ചേച്ചിയാണ് തോന്നുന്നു ആങ്കർ ചെയ്തത്. അന്നത്തെ ഒരു അതൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി ഞാൻ ഒറ്റയ്ക്കല്ല ഈ ഭൂമിയിൽ, എൻ്റെ അതേ സ്വഭാവമുള്ള മനുഷ്യർ എനിക്ക് ചുറ്റും പലയിടങ്ങളിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം എനിക്കൊരു വലിയ സമയം എടുത്തു, 16ാമത്തെ വയസ്സ് ആകേണ്ടി വന്നു ഞാൻ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ, അത് തിരിച്ചറിയാനായിട്ട്. അത് തെറ്റൊന്നുമല്ല, കാരണം നമ്മുടെ അറിവിന്റെ പരിമിതിയാണല്ലോ. ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ജനറേഷനിലെ കുട്ടികൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റി വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവർ അറിയുന്നുണ്ട്, ശരീരത്തിൽ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള. പക്ഷെ ഇത് കൃത്യമായിട്ട് 18ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് മാത്രമേ, അല്ലെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത് 18 വയസ്സാകണം ഒരു സെൽഫ് ഡിക്ലറേഷനിലേക്ക് എത്തുന്നതോ ഇല്ലെങ്കിൽ അത് ആണെന്ന് കൺഫേം ചെയ്യാനായിട്ടൊരു സമയം വേണം എന്നുള്ളതാണ്. അത് വളരെ കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണെന്ന് തോന്നാറുണ്ട്. എനിക്കുണ്ടായിരുന്നു അത്. ക്യാരക്ടർ ഫോർമേഷന്റെ ഭാഗമാണോ അങ്ങനെ? അതെ, നമുക്ക് ചിലപ്പോൾ തോന്നാം നമ്മളൊരു ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഞാൻ ഒരു ബൈസെക്ഷൽ ആണോ എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഗേ ആണോ എന്ന് തോന്നിയായിരുന്നു. പിന്നീട് അതുമല്ല, ഇതൊന്നും അല്ല, ഞാൻ ട്രാൻസ്ജെൻഡർ ഒരു ജെൻഡർ ചേഞ്ച് ആണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായി. സ്വയം തോന്നുമായിരുന്നു അല്ലേ? സ്വയം തോന്നുമായിരുന്നു. എന്നുവെച്ചാൽ കുട്ടിക്കാലത്തിന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ പോലെ സംസാരിക്കുക അഭിനയിക്കുകയല്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ ഒരു സംസാര രീതി ചേഷ്ടകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് വരുമ്പം നമുക്ക് ഊഹിക്കാം എത്രത്തോളം ഓർത്തഡോക്സ് ആണ് അവിടുത്തെ ചിന്താഗതികൾ എന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്നവരൊക്കെ ഉണ്ടാകാം. എന്നാൽ പോലും അപ്പം നാദ്രിക്ക് ഇത് എളുപ്പമായിരുന്നോ ഫാമിലിയെ മനസ്സിലാക്കുക? ഇല്ല, ഒട്ടും എളുപ്പമായിരുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും നമ്മുടെ ഒരു ട്രാൻസ്ജെൻഡർ മനുഷ്യനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് ഒന്ന് മതം വലിയൊരു പ്രശ്നമായിരുന്നു. കുടുംബം ഒരു പ്രശ്നമാണ്, സമൂഹം ഒരു പ്രശ്നമാണ്, സദാചാര ബോധം ഒരു പ്രശ്നമാണ്, പാരമ്പര്യം ഒരു പ്രശ്നമാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് അതൊക്കെ ഫേസ് ചെയ്ത് വരണം. കാരണം നമ്മുടെ കുടുംബത്തിനകത്ത് ഈ വിഷയം പറയുമ്പോഴത്തേക്കും പാരമ്പര്യത്തിലൊന്നും ഇങ്ങനത്തെ മനുഷ്യരില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് പോസിബിൾ ആകുന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ അടുത്ത വീട്ടുകാർ എന്ത് ചിന്തിക്കും എന്നുള്ള ചോദ്യമുണ്ട്. ഇല്ലെങ്കിൽ സമൂഹത്തിൽ നാളെ പുറത്തിറങ്ങി ജീവിക്കേണ്ട എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ മതത്തിൻ്റെ അകത്ത് അതിന് ശേഷം വരുന്ന മരണമോ അല്ലെങ്കിൽ വിവാഹമോ ഒക്കെ എങ്ങനെ നടക്കും, മത പണ്ഡിതർ അല്ലെങ്കിൽ മതത്തിൻ്റെ അകത്തിരിക്കുന്ന ആളുകൾ ഇത് എങ്ങനെ അംഗീകരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് മതം എന്നുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര അഭിമാനത്തോടു കൂടി ഒരു കാര്യം പറയാം, ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, മതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ പ്രൗഡായിട്ട് പറയുന്നു, ഞാൻ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇസ്ലാമായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ മതം എന്നെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മതത്തെ അംഗീകരിക്കുന്നുണ്ട് ജീവിതത്തിൽ.
എനിക്കത് മതി. ഞാനും ദൈവവുമായിട്ടുള്ള കോൺടാക്റ്റാണത്. അത് എനിക്ക് അതിനപ്പുറത്തേക്ക് മറ്റൊരു മനുഷ്യനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വിശ്വസിക്കുന്ന ഒരാൾ ജീവിക്കുന്ന രീതിയിലല്ലല്ലോ നാദ്ര ജീവിക്കുന്നത്. മതം എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്നത് സഹോദരനാണെങ്കിലും സഹോദരി എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കണം എന്നുള്ളത്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എന്നെ അംഗീകരിക്കാത്ത സമൂഹം, എന്നെ അംഗീകരിക്കാത്ത മതത്തോട് എനിക്ക് അതാണ് ഉത്തരം കൊടുക്കാനുള്ളത്. എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. അത് വലിയ കാര്യം. പിന്നെ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ട്, ഇപ്പം മതപരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നില്ല, ഇപ്പം വസ്ത്രത്തിലോ അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ സംസാരത്തിലോ ഒക്കെ അങ്ങനെ ഒരു പ്രശ്നം അവർ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ദൈവമായിട്ട് മാത്രമാണ്. ദൈവത്തോട് മറുപടി പറയാം. അതെ അതെ, അതിന് തയ്യാറാണ്. എന്തെങ്കിലും എവിഡന്റ്ലി അങ്ങനെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വലിയ രീതിയിൽ അതൊക്കെ ഫേസ് ചെയ്ത് വന്ന ഒരാളാണ്. ഞാൻ പണ്ട് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ പണ്ട് എല്ലാ വേദികളിലും പറയുന്നൊരു കാര്യമാണ്, ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതപരമായി തന്നെ മരിക്കണം, അതിന് ചടങ്ങോടുകൂടി തന്നെ നടക്കണം എന്നുള്ള വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. അതിനുവേണ്ടി ഭയങ്കര ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ എഫേർട്ട് സക്സസ് ആയിട്ട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അതിനൊരു ഉത്തരം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്ത് തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലും അവസാനം മരിക്കുമ്പോൾ അവൻ മുസ്ലിമായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ മതപരമായിട്ട് അടക്കാനുള്ള ഒരു അവകാശം അവനുണ്ട് എന്നുള്ളതാണ്. അത് വലിയ സന്തോഷം. ഇപ്പം എനിക്ക് നാദ്രയോട് സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതം, ഞാൻ നാദ്രയുടെ ഏജ് നോക്കിയിട്ടുണ്ട്. കാരണം നാദ്ര സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ കുറേ പ്രായമൊക്കെ കഴിയണം. അതായത് ഇപ്പം 8ാം ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ദുരനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് റൂമിൽ. പക്ഷേ നാദ്ര എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല, ഞാൻ അവരെക്കുറിച്ച് പുറത്ത് പറയില്ല, അവർക്ക് തെറ്റുപറ്റി ചിലപ്പം ക്ഷമിക്കാൻ പറ്റിയേക്കും. അതുപോലെ പല കേസിലും അത് നാദ്ര പറയാറുണ്ട്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സിറ്റുവേഷൻ, മേ ബി അയാൾക്ക് അതായിരിക്കാം നല്ലത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഭയങ്കര നന്നായിട്ടാണ് ഓർക്കുന്നത്, നന്മയോടെയാണ് ഓർക്കുന്നത്. ഈ ഒരു ചിന്താഗതിയിലേക്ക് അങ്ങനെ ഒരു എവല്യൂഷൻ എങ്ങനെയാ ഉണ്ടായത്? എനിക്കൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കാം ചിലപ്പം. എന്നാലും നമുക്ക് ദേഷ്യം ഉണ്ടാവില്ല നമ്മുടെ ചൈൽഡ്ഹുഡിൽ അത്രയും ബ്രൂട്ടലായി? അതെ, ഭയങ്കര ട്രോമയിലൂടെ കടന്നു പോയിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പം എന്തൊക്കെയോ നന്നായി, ഞാനിവിടെ വരെ എത്താനായിട്ട് അതൊരു കാരണമായില്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എനിക്കൊരാളോടും പരിഭവമില്ല, പരാതിയില്ല, എനിക്ക് വെറുപ്പില്ല. ഞാൻ പിണങ്ങിയിരിക്കാറില്ല, ആരോടും മീൻസ് വീട്ടുകാരോട് പോലും. അന്ന് വീട്ടിൽ ഇഷ്യൂ ഉണ്ടായിട്ട് പുറത്തിറങ്ങിയപ്പോൾ പോലും ഞാൻ വീട്ടുകാർ ഒരിടത്തും ബ്ലെയിം ചെയ്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയും അത് അവരുടെ അവസ്ഥ അതായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ മനുഷ്യരോടും പൊറുക്കാൻ പറ്റാറുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അതൊക്കെ ഞാൻ ചെയ്ത ഒരു നന്മയുടെ ഭാഗമായിട്ടായിരിക്കണം. ഞാൻ എല്ലാവരോടും ഇപ്പം റിലേഷനായിട്ടിരിക്കുന്ന ആളുകളോടൊക്കെ സൗഹൃദം വെക്കുക എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ കണക്ക് പണ്ട് 8ാം ക്ലാസ്സിൽ നടന്ന ആ ഒരു ബുദ്ധിമുട്ടിൽ കടന്നുപോയ ആ സുഹൃത്തുക്കളോട് കോണ്ടാക്ട് വെക്കുന്ന ഒരാളാണ്. എനിക്കത് ഉറപ്പായിട്ടും അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അത് അവർ പലപ്പോഴും അവർ സംസാരിക്കുമ്പോൾ പറയണം. ഞാൻ ഒരിടത്തും അവരുടെ പേര് പറഞ്ഞിട്ടില്ല, അത് ആരാന്ന് പോലും പറഞ്ഞിട്ടില്ല, ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അങ്ങനൊരു, പക്ഷെ അത് ഞാനിപ്പോഴും പറയുന്നത് അത് ആ കാലഘട്ടത്തിൽ അന്നത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവർ നോക്കി കാണുമ്പോഴത്തേക്ക് അതൊക്കെ പുതിയൊരു അനുഭവമാണ് അവർക്കൊക്കെ. ഞാൻ നടക്കുന്ന രീതി, ഞാൻ പെണ്ണാണോ എന്നുള്ള ചോദ്യമൊക്കെ. അപ്പം അതുകൊണ്ടായിരിക്കും അവർ മാറിയല്ലോ, നന്നായല്ലോ. നമുക്ക് ഒരു മനുഷ്യനെ ശിക്ഷിക്കാനുള്ളൊരു അവസ്ഥ, മീൻസ് നമുക്കിപ്പോൾ നമ്മൾ നിയമത്തിൽ പോലും ഒരു കാലയളവുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ നിരപരാധിയാണ്. തിരുത്തി മുന്നോട്ട് വരുന്നവരെ അംഗീകരിക്കുക എന്നുള്ളത് അതിപ്പോൾ ആരാണെങ്കിലും. അതെ, അത് തീർച്ചയായിട്ടും അത് വളരെ നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ അത് ഇത്ര ഈ ഏജിലൊക്കെ പറ്റുക എന്നുള്ളത്, ഇപ്പം നമുക്ക് പോലും ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും ഒരുപാട് സമയം ചിലപ്പോൾ എടുക്കും മറക്കാൻ, അല്ലെങ്കിൽ മറന്നേക്കാം, പക്ഷെ ക്ഷമിക്കാനൊക്കെ കുറേ സമയം എടുത്തു എന്ന് വരാം. അത് അപ്പോഴാണ് ഞാൻ ഇത്രയും വലിയ അനുഭവങ്ങൾ ഉണ്ടായ ഒരാൾ അവരോട് പുറത്തു കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പം പൊതുവെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ്. ഒന്നെങ്കിൽ ഉദ്ഘാടനം ഉണ്ടാവും, അല്ലെങ്കിൽ റീലുകൾ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ന്യൂസ് റീഡിങ്ങിൻ്റെ ഷോർട്സുകളൊക്കെ കാണാറുണ്ട്. ഒരു ദിവസം എങ്ങനെയാണ് ഇത്ര ആക്റ്റീവായി വെക്കുന്നത്? എങ്ങനെയാണ്? അതാണോ സന്തോഷം? എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, എന്നും ബിസി ആയിട്ട് ഇരിക്കാൻ പറ്റിയാൽ അത്രയും സന്തോഷം. തിരക്ക് ഉള്ള മനുഷ്യനാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ്റെ വിഷമങ്ങൾ അവൻ എപ്പോഴും മറക്കും. അടുത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ മുമ്പുണ്ടായതൊക്കെ മറന്ന് ഒരു ജീവിതം പോകും. എനിക്കെപ്പോഴും ബിസി ആയിട്ട് ഇരുന്നാൽ മതി എന്നുള്ളൊരാഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് ടൈം എന്നുള്ളത് ഞാനൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു വിജയെ പോലെ തന്നെ പുറത്തേക്ക് വരാൻ പറ്റി. 96 ദിവസം ഉണ്ടായിരുന്നു. മാത്രമല്ല പുറത്തിറങ്ങിയപ്പോൾ വലിയൊരു സ്വീകാര്യത പ്രത്യേകിച്ച് കേരളത്തിനകത്തു നിന്ന് കിട്ടി എന്നുള്ളത് വലിയ സന്തോഷം. അപ്പോൾ അങ്ങനെ കിട്ടിയ സ്പേസിലിരുന്ന് ഞാൻ ഇപ്പം ആഫ്റ്റർ 2.5 year ആയി, എന്നിട്ട് പോലും ആൾക്കാർ എന്നെ ഓർക്കുകയും സ്നേഹിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ പല പരിപാടികളുടെ ഭാഗമാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയും എപ്പോഴെങ്കിലൊക്കെ പ്രശ്നം എനിക്ക് ഡേറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ എന്നെ ഇനാഗുറേഷനൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് ചെയ്ത സമയത്ത് ഒരു സഹോദരിയുടെ ചെയ്തു, അത് കഴിഞ്ഞ് ആ സഹോദരിയുടെ ഫാമിലി മറ്റൊരാളുടെ ചെയ്തു, ഇപ്പം ലാസ്റ്റ് അയാളുടെ വേറൊരു റിലേറ്റീവിനെ ചെയ്തു. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്
എന്തുകൊണ്ട് അവർ എന്നെ തന്നെ വിളിച്ചെന്നുള്ളൂ 3-നും. കാരണം അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ വാങ്ങുന്ന പ്രതിഫലത്തിന്റെ അവസരമുള്ള മറ്റു ആൾക്കാരും സമൂഹത്തിലുണ്ട്. അവർ പിന്നെ എന്തുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത്? അപ്പോൾ അവർ പറയും നല്ലൊരു ആശയുണ്ട് നാദ്ര. അപ്പൊ അത് കേൾക്കുമ്പോൾ അതെ നമ്മൾ ഒരു തരത്തിലെങ്കിലും സമൂഹത്തിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിർത്താനായിട്ട് അതൊരു കാരണമാകുന്നുണ്ടല്ലോ, അവർ വിശ്വസിക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് അത് കാണുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷം എനിക്കിങ്ങനെ പരിപാടികൾ. റിയാലിറ്റി ഷോയുടെ കുറെ ക്ലിപ്സുകളാണ് ഞങ്ങളുള്ളത്. അതിൽ തഗ് റാണി എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഭയങ്കര രസമായിരുന്നു അതൊക്കെ കാണാൻ. അതിനപ്പുറം അതിൽ പങ്കെടുത്തത് വഴി നാദ്രയ്ക്ക് എന്താ തോന്നുന്നത്? എനിക്കിപ്പോഴും തോന്നാറുണ്ട്, ഇപ്പൊ കമ്മിങ് ഔട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നാദ്ര ഉണ്ടല്ലോ എന്ന് കാണിക്കാൻ നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നാദ്രയുണ്ട്. അത് ഉണ്ടാക്കി മാറ്റം വലുതല്ലേ? എനിക്ക് എപ്പോഴും ചില അമ്മമാർ മെസ്സേജ് അയക്കാറുണ്ട് ഇങ്ങനെ, എൻ്റെ മകന് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, പക്ഷെ അത് പലപ്പോഴും അവർ തന്നെ അങ്ങനെ പിടിച്ചു വെക്കാൻ കാരണം ചുറ്റും നോക്കുമ്പോൾ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുള്ള ഇല്ലെങ്കിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള സ്വഭാവത്തിലുള്ള ആളുകളെയാണ് കാണാറുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊരിക്കലും അല്ല. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ കുറേ അധികം ആൾക്കാർ സാധാരണമായ ജീവിതം നയിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പ്ലസ് എന്നുള്ളത് ഞാൻ ആ റിയാലിറ്റി ഷോയിൽ A to Z കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ സ്വഭാവം, പെരുമാറ്റം, സംസാര രീതി, എൻ്റെ നോട്ടങ്ങളെല്ലാം കൃത്യമായിട്ട് അത് ഞാൻ വളരെ റിയലായിട്ട് നിന്ന ഒരാളാണ്. എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലേക്ക് 96 ദിവസം നിൽക്കണമെങ്കിൽ അഫ്കോഴ്സ് റിയൽ ആയിട്ടുള്ള ആളെ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് അഭിനയിച്ചൊരിക്കലും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഒരു കുടുംബം ഞാൻ വഴി ആ കുടുംബത്തിനകത്തുള്ള ഒരു കുട്ടീനെ ഇതുപോലെ അംഗീകരിച്ചു എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം. അതിപ്പോൾ ഒന്നല്ല, ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ടും ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ എന്തെങ്കിലും ക്രൈം നടന്നാൽ അതിനെ ഭയങ്കരമായിട്ട് സംസാരിക്കുക അല്ലെ, ഇവരങ്ങനെയാണെന്നുള്ള ജനറലൈസേഷൻ ഒക്കെ അതൊരു മോശം പ്രവണതയാകുന്നുണ്ടെന്ന് അങ്ങനെ തോന്നുന്നുണ്ട്. ഞാനിപ്പം കഴിഞ്ഞ ലാസ്റ്റ് ഒരു അനുഭവം പറയാം. എനിക്കൊരു കുട്ടി ഇൻസ്റ്റഗ്രാമിലൊരു ഇങ്ങനെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ഭയങ്കരമായിട്ട് ഫിസിക്കലി അടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട്, കണ്ടോ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ടാക്കിയ മാറ്റിയതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്, വളരെ വളരെ മോശമാണ് അത് കാണിച്ചു വെച്ചത്. പക്ഷേ താങ്കളെ പോലത്തെ ആൾക്കാരുടെ കൂട്ടത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രീഷ്മ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് വെന്നാറമൂട് കൊലപാതക ആ പയ്യൻ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു. എല്ലാ കൂട്ടത്തിലും ഉണ്ട് ഇത്തരം പ്രശ്നക്കാർ. ഞാൻ അതിനെ അംഗീകരിക്കുന്നു, പ്രശ്നക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞുള്ളതുപോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്ത്രീ ആയിരിക്കുന്ന ചേച്ചി ഇപ്പം ഗ്രീഷ്മയെ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ ആണ്, സ്ത്രീയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ചേച്ചി അതുപോലെയാണോന്ന് വെച്ചാൽ അല്ല, ഞാനും അതുപോലെയല്ല, എൻ്റെ കൂടെയുള്ള എല്ലാവരും അതുപോലെയല്ല. നമുക്ക് ജനറലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നുള്ളത്. പ്രശ്നക്കാരൊക്കെ ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു വരുന്നു. അത് അംഗീകരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ഞങ്ങൾ വഴിയാണല്ലോ അത് ഉണ്ടായെന്നുള്ള സാധനമില്ല. ഇത് ഏത് കാലത്തും സംഭവിക്കേണ്ട പ്രശ്നങ്ങൾ എല്ലായിടത്തും തർക്കം ഉണ്ടാകുന്നുണ്ട്, അടി ഉണ്ടാകുന്നുണ്ട്, കൊലപാതകം ഉണ്ടാകുന്നുണ്ട്, ലഹരി കേസുകളുടെ പ്രതികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എപ്പോഴും പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഈ ട്രാൻസ്ജെൻഡേഴ്സ് അധികം സെക്സ് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പലതരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴേ പലരും പറയുന്നുണ്ട് ഇപ്പം സർക്കാർ തന്നെ എന്തൊക്കെ ജോലികളിൽ അവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു, എന്നിട്ടും അവർ ഇതിലേക്ക് തിരിച്ചു പോകുന്നു. പക്ഷെ അവിടെ അവരുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കായിക കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അത് ഇപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇവിടുത്തെ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ മനുഷ്യരെ കാണുന്നില്ല, ഇവിടുത്തെ മെട്രോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നില്ല, ഇവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കാണുന്നില്ല, ഇവിടുത്തെ മറ്റേ സംരംഭരെ കാണുന്നില്ല, ഇല്ലെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്നില്ല. ഇവർ കൃത്യമായിട്ട് സെക്സ് വർക്കേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ ആലോചിക്കും, സെക്സ് വർക്കേഴ്സിൽ ഏറ്റവും കൂടുതൽ ശതമാനക്കണക്കിൽ ഉള്ളത് സ്ത്രീകളാണ്. അത് കഴിഞ്ഞ പുരുഷന്മാർ കഴിഞ്ഞിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് ശതമാനക്കണക്കിൽ പോലും ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇത് പിന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ അറിവിൽ ഈ പറഞ്ഞ സെക്സ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അത് അവരുടെ ചോയ്സ് അല്ലേ. എനിക്ക് അതിലോ നമുക്ക് ആർക്കും അതിലൊരു ഓപ്ഷൻ ഇല്ല. കാരണം നമ്മുടെ ഇന്ത്യൻ കോടതി പറയുന്നുണ്ട് അതൊരു എല്ലാ തൊഴിലും പോലെ അതൊരു തൊഴിലാണ്, അത് അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റ് ആണ്, അത് അവർ ചെയ്തോട്ടെ. ഇപ്പം ആരും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. അതെ അതെ. ഇപ്പം പലരും സംസാരിച്ച് കേട്ടിട്ടുണ്ട്, ഇപ്പം സെക്സ് വർക്കേഴ്സിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ അവർ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ കേസിൽ പോലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഒരു സ്നേഹം, പ്രണയം ആഗ്രഹിച്ചായിരിക്കില്ല, മറ്റു പലതിനു വേണ്ടി, അല്ലെങ്കിൽ അവരെ എങ്ങനെ മുതലെടുക്കാം എന്നുള്ള രീതിയിലാണെന്ന്. അങ്ങനെ ഇപ്പം സീമ ചേച്ചി തന്നെ ഒരു ഇന്റർവ്യൂവിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടായിരുന്നല്ലോ മുമ്പ്. അപ്പം ആ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പം എന്താണെന്ന് അതെനിക്ക് തോന്നാറുള്ളത്? ഞാൻ കണ്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രണയം പലപ്പോഴും ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ഇടയിലാട്ടോ. അത് ചിലപ്പം നിങ്ങളിലേക്ക് എത്തുന്നില്ലായിരിക്കാം. ചിലപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഭയങ്കര അസൂയ തോന്നിപ്പോകുന്ന പ്രണയങ്ങൾ എനിക്ക് ചുറ്റും പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെ കൂട്ടത്തിലും ബ്രേക്കപ്പ്സ് നടക്കാറുണ്ട്, തർക്കമുണ്ടാവാറുണ്ട്, പിരിയാറുണ്ട്.
ഇതൊക്കെ തന്നെ നമുക്കിടയിൽ സംഭവിക്കുന്നുള്ളൂ. പക്ഷെ പ്രണയിക്കുന്നതിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ കുറച്ചും കൂടി ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന മനുഷ്യർ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. മീൻസ് എനിക്ക് ചിലപ്പം അടുപ്പം കൂടുതൽ അവിടെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രണയിക്കുന്ന ആളുകളുണ്ട് ഉണ്ട്. പിന്നെ ആൾക്കാരൊരു സ്വാഭാവികമായിട്ടൊരു തോന്നലാണ് ട്രാൻസ്ജെൻഡർ വുമണാകുമ്പോൾ ഇല്ല അങ്ങനെയുള്ള മനുഷ്യരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇടയിൽ തന്നെ ആയിരിക്കും പ്രണയിക്കാന്നുള്ളത്. പക്ഷേ എൻ്റെ പ്രണയത്തിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പുരുഷന്മാരായിരുന്നു. എനിക്ക് അങ്ങനെയായിരുന്നു പ്രണയം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു പുരുഷനെ പ്രണയിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു, തിരിച്ച് പുള്ളിയും ആ പ്രണയം തന്നെയായിരുന്നു. എനിക്കത് അതിലൊരു സംശയവുമില്ല. ആ സമയത്ത് മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കാൻ മാത്രമുള്ള സംഭവം ഉണ്ടായിട്ടുമില്ല. നന്നായിട്ട് ആ പ്രണയിച്ചിരുന്ന 3 വർഷം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രണയിച്ചിരുന്നു. പിന്നെ എൻ്റെ ഒരു കരിയറും മറ്റു കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ അത് പിരിയുന്നത്. അപ്പം അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ റിലേഷൻഷിപ്പിലും ഉള്ള കാര്യങ്ങൾ മാത്രം തന്നെയാണ്. ഇപ്പൊ നാദറെ കുറിച്ച് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു കോളേജ് യൂണിയൻ ഇലക്ഷനിൽ പങ്കെടുത്ത് ചരിത്രം സൃഷ്ടിച്ച ഒരു ട്രാൻസ് വുമൺ എന്നുള്ള രീതിയിലായിരുന്നു അല്ലേ? ആ രീതിയിൽ പലതരത്തിൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴേ നാദറയ്ക്ക് എന്താ തോന്നുന്നത്? ഞാനിവിടെ വരെ എത്തിയല്ലോ എന്നതാണോ, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാനുണ്ട് എന്നല്ലോ തോന്നലുണ്ടോ? അത് ഞാൻ മരിക്കുന്നതിൻ്റെ അവസാന ദിവസം വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. പിന്നെ ഈ ഇലക്ഷനൊക്കെ മത്സരിക്കുമ്പോഴത്തേക്കും അന്നത്തെ വലിയൊരു ചരിത്രമൊക്കെ തന്നെ ആയിരുന്നു അത്. ഇന്ത്യയിൽ ആദ്യമായിട്ടെന്നൊക്കെ പറഞ്ഞൊരു ചരിത്രം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ, വാർത്തയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. തോറ്റുപോയിട്ടുള്ള ഒരാളാണ്, ഇലക്ഷനൊക്കെ മത്സരിച്ച് തോറ്റുപോയിട്ടുള്ള ആളാണ്. ആ തോൽവിയൊന്നും എന്നെ ഒരിടത്തും നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ ജേണിയൊക്കെ എപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പലരെയും തോറ്റു പോയ മനുഷ്യരിൽ പലരും ലൈഫിൽ എവിടെയെങ്കിലൊക്കെ എത്തി സക്സസ് ആയിട്ടുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരാൾ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ മാതൃകയാക്കണം തോന്നിയെങ്കിൽ എന്നെ മാതൃകയാക്കാം. കാരണം ഞാൻ ഒരു വട്ടമല്ല, ഒന്നിൽ കൂടുതൽ വട്ടം ഇലക്ഷൻ മത്സരിച്ച് തോറ്റുപോയതാണ്. പക്ഷെ ഇന്നിവിടെ എത്തി എന്നുള്ളത് അത് നിങ്ങൾക്കും സാധ്യമാണ് എന്നുള്ളതല്ലേ, ആർക്കാണെങ്കിലും പോസിബിൾ ആണ്. നമ്മളൊന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ വിജയത്തിൽ ഏതെങ്കിലും ഒരു സ്പേസിൽ എൻ്റെ എഫേർട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എനിക്ക് ആരും ഒന്നും കൊണ്ട് തന്നിട്ടില്ല, എനിക്ക് ഇതാ നാദരത് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു സാധനം ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഞാനൊരു ശ്രമം നടത്തി ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ് പലപ്പോഴും പല അവസരങ്ങളും. പൊതുവെ നമ്മൾ പറയല്ലോ, പുരുഷനോടുന്നതിനേക്കാൾ ഒരുപാട് മൈൽ കൂടുതൽ ഓരണം ഒരു സ്ത്രീക്ക് അവളുടെ സ്വപ്നത്തിലെത്താൻ. മേ ബി ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും. അതെ, അത്രയും എഫേർട്ട് എടുക്കണം. കാരണം നമ്മളിപ്പോഴും ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ ഏതെങ്കിലും ഒരു കാസ്റ്റിംഗ് കോളിൽ സ്ത്രീയും പുരുഷനും അല്ലാതെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന വ്യക്തിയെ ഒരു കോളമോ കാണുന്നില്ല ഇപ്പോഴും. ആൾക്കാരില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ അത് അവിടെ അതിലേക്കൊന്നും എത്തുന്നില്ല. അതെന്താ? അപ്പം നമ്മൾ എഫേർട്ട് എടുത്ത് ശ്രമം നടത്തി അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ എന്നുള്ളത്. ഈ രാഷ്ട്രീയ സജീവമായിട്ട് ഇറങ്ങാൻ താല്പര്യമുണ്ടോ ഭാവിയിൽ? ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് നിലവിൽ. അപ്പം അങ്ങനെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് നിൽക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട്. എല്ലാവരെ പോലെയും രാഷ്ട്രീയമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അതെ, ഈ ഒരു രാഷ്ട്രീയത്തിലാവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴാവട്ടെ അതിൻ്റെ ഒരു ഹൈ ഉണ്ടല്ലോ, ഈ ആളുകളായിട്ട് ഇടപെട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണോ, അതിലപ്പുറം എങ്ങനെയാണ് കാണുന്നതിനെ? നമ്മൾ ഈ സ്വന്തം ജീവിതം സമരമാക്കിയവരാണ് ഓരോ കമ്മ്യൂണിറ്റി മെമ്പറും. അത് തന്നെയാണ് രാഷ്ട്രീയക്കാരും. അവരുടെ ജീവിതം മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു കൂട്ടം മനുഷ്യരുടെ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വലിയ സന്തോഷമുള്ള ഇവിടെ പ്രതിഷേധിക്കാനൊക്കെ അവസരം ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അല്ലേ, ഇവിടെ പ്രവർത്തിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ കൃത്യമായിട്ട് അവസരമുണ്ട്. അപ്പോൾ ആ അവസരം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കുക, തെറ്റിനെതിരെ സംസാരിക്കുക, അതൊക്കെ തന്നെ അതിനെപ്പോഴും കഴിയട്ടെ. കാരണം അങ്ങനെയുള്ളവരെയാണ് സമൂഹത്തിന് ആവശ്യം. ഇപ്പൊ പലർക്കും പേടിയാണ് സംസാരിക്കാൻ, അല്ലെ, അല്ലെങ്കിൽ എല്ലാവരും അവരവരുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് പോകുന്നവരാണ്. പക്ഷെ നാദര ഇവിടെ എത്തിയെങ്കിൽ അതൊന്നും ചെയ്യുന്നില്ല, പിന്നെയും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് തുടരണം. അതുപോലെ നല്ല സിനിമകളൊക്കെ ഇനിയും വരട്ടെ. ഏതൊക്കെ സിനിമ ഇറങ്ങാനില്ലേ ഇനി? ഇനി ഒരു സിനിമ ഈ വർഷം തന്നെ ഇറങ്ങാനുള്ളൊരു സിനിമയുണ്ട്. പിന്നെ 2-3 പ്രൊജക്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്? ഇല്ല, ഷൂട്ടിന് സ്റ്റാർട്ട് ചെയ്യാനേ ഉള്ളൂ. ഇപ്പം ഇറങ്ങാനുള്ളത് കുറച്ച് മുന്നേ തന്നെ കഴിഞ്ഞു. അല്ല, 2 ഇറങ്ങാനുണ്ട്. അത് മുന്നേ തന്നെ ഷൂട്ട് കഴിഞ്ഞതാണ്. ഈ സിനിമയെ കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ആലോചിക്കുമ്പോഴേ മനസ്സിൽ ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന റോളോ അങ്ങനെ ഭയങ്കര ക്ലീഷയെ കുറിച്ച് എനിക്കറിയാം, എന്നാലും ഒത്തിരി ഉണ്ട്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ലീഡല്ല, ക്യാരക്ടർ റോളുകളാണ്. എല്ലാ കാലവും ജീവിച്ചു പോകുന്നത് ക്യാരക്ടർ റോളുകളാണ്. അതാകുമ്പോഴത്തേക്കും അമ്മയാകാം, മരുമോളാകാം, അല്ലെങ്കിൽ നാട്ടുകാരിയാവാം, എന്തോ ആവാം, വില്ലത്തിയാവാം, എല്ലാം ആവാം. അപ്പം നല്ല കഥാപാത്രങ്ങൾ ക്യാരക്ടർ റോളുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യും. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് മലയാള സിനിമയിൽ ഒരു ഭാഗമായിട്ട് തന്നെ
നിൽക്കണം, അല്ലെങ്കിൽ സിനിമാ താരമായിട്ട് അറിയപ്പെട്ട് ജീവിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോൾ. ഓക്കെ. മുൻപ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഉണ്ടായില്ല. പക്ഷേ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ആക്ട്രസ് എന്ന രീതിയിൽ തന്നെ മലയാള സിനിമയിൽ നിൽക്കണം, സജീവമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉർവശി ചേച്ചിയോ അല്ലെങ്കിൽ KBC ലളിത ചേച്ചിയോ ഒക്കെ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അതൊരിക്കലും പോസിബിൾ അല്ലാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളാണ് എനിക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോഴത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിജോ മോളോ അപർണ ബാലമുരളിയോ ഇല്ലെങ്കിൽ വിൻസിയോ ഗ്രേസ് ആൻ്റണിയൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാനായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആയിരിക്കും. പക്ഷെ അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ എന്നെ നല്ല ഭംഗിയായിരിക്കണം ക്യാമറയിലെന്ന്. ആ ഒരു തോട്ട് എപ്പോഴും ഉണ്ടല്ലേ? പോസിറ്റീവ് ആയിരിക്കും, അതോടൊപ്പം തന്നെ നല്ല സുന്ദരിയായിട്ട് എപ്പോഴും ഇരിക്കുക. നമ്മള് കോൺഫിഡൻസ് ആണല്ലോ അടുത്തത് ചെയ്യാനായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒന്ന് ചെയ്തു വെക്കുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് അടുത്തത് നമ്മൾ കുറച്ചും കൂടെ അതിനേക്കാൾ ഭംഗിയാക്കാം എന്നുള്ള സാധനം എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സുന്ദരിയായി സന്തോഷത്തോടെ എന്നും ജീവിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.